ഉൽപ്പത്തി അധ്യായം 1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളിച്ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചവും ഇരുളും തമ്മിൽ ദൈവം വേർതിരിച്ചു. വെളിച്ചത്തെ പകലെന്നും ഇരുളിനെ രാത്രിയെന്നും ദൈവം വിളിച്ചു. പ്രദോഷമായി, പ്രഭാതമായി, 1-ാം ദിവസം. ദൈവം അരുളിച്ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിതാനമുണ്ടാകട്ടെ. അത് ജലത്തെ ജലത്തിൽ നിന്ന് വേർതിരിക്കട്ടെ. ദൈവം വിതാനമുണ്ടാക്കുകയും വിതാനത്തിന് താഴെയുള്ള ജലം വിതാനത്തിന് മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിതാനത്തെ ദൈവം ആകാശമെന്ന് വിളിച്ചു. പ്രദോഷമായി, പ്രഭാതമായി, 2-ാം ദിവസം. ദൈവം അരുളിച്ചെയ്തു, ആകാശത്തിന് കീഴുള്ള ജലമെല്ലാം ഒരിടത്ത് കൂടട്ടെ. ഉണങ്ങിയ കര പ്രത്യക്ഷപ്പെടട്ടെ. അപ്രകാരം സംഭവിച്ചു. ഉണങ്ങിയ കരയെ ഭൂമിയെന്നും ഒന്നിച്ചുകൂടിയ ജലത്തെ കടലെന്നും ദൈവം വിളിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വീണ്ടും അരുൾ ചെയ്തു, പുല്ലും വിത്തുള്ള സസ്യങ്ങളും വിത്തോടുകൂടിയ അതദിനം ഫലമുൽപ്പാദിപ്പിക്കുന്ന ഫലവൃക്ഷങ്ങളും ഭൂമി മുളപ്പിക്കട്ടെ. അപ്രകാരം സംഭവിച്ചു. പുല്ലും അതദിനം വിത്ത് മുളപ്പിക്കുന്ന സസ്യങ്ങളും അതദിനം വിത്തുൾക്കൊള്ളുന്ന ഫലമുൽപ്പാദിപ്പിക്കുന്ന വൃക്ഷഗണവും ഭൂമി പുറപ്പെടുവിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. പ്രദോഷമായി, പ്രഭാതമായി, 3-ാം ദിവസം. ദൈവം അരുൾ ചെയ്തു, പകലും രാത്രിയും തമ്മിൽ വേർതിരിക്കാൻ ആകാശവിതാനത്തിൽ ജ്യോതിസ്സുകൾ ഉണ്ടാകട്ടെ. അവ കാലങ്ങളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയുടെ മേൽ പ്രകാശം ചൊരിയാൻ അവ ആകാശവിതാനത്തിൽ ജ്യോതിസ്സുകളായിരിക്കട്ടെ. അപ്രകാരം സംഭവിച്ചു. ദൈവം 2 മഹാജ്യോതിസ്സുകളുണ്ടാക്കി. പകലിനെ ഭരിക്കാൻ വലിയ ജ്യോതിസ്, രാത്രിയെ ഭരിക്കാൻ ചെറിയ ജ്യോതിസ്, കൂടാതെ നക്ഷത്രങ്ങളും. ദൈവം അവയെ ആകാശവിതാനത്തിൽ സ്ഥാപിച്ചു. അത് ഭൂമിയുടെ മേൽ പ്രകാശം ചൊരിയാനും ദിനരാത്രങ്ങളെ ഭരിക്കാനും വെളിച്ചവും അന്ധകാരവും തമ്മിൽ വേർതിരിക്കാനുമായിരുന്നു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. പ്രദോഷമായി, പ്രഭാതമായി, 4-ാം ദിവസം. ദൈവം അരുൾ ചെയ്തു, ജലം ജീവിഗണങ്ങളെക്കൊണ്ട് തിങ്ങി നിറയട്ടെ. പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിതാനത്ത് പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലവ്യാളികളെയും ജലത്തിൽ പറ്റം ചേർന്ന് നീന്തുന്ന വിവിധയിനം ജീവികളെയും സൃഷ്ടിച്ചു. അതദിനം പക്ഷിവൃന്ദത്തെയും. അവ നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം അവയെ ഇപ്രകാരം അനുഗ്രഹിച്ചു, പെറ്റുപെരുകി സമുദ്രജലത്തിൽ നിറയുവിൻ. പക്ഷികൾ ഭൂമിയിൽ വർദ്ധിക്കട്ടെ. പ്രദോഷമായി, പ്രഭാതമായി, 5-ാം ദിവസം. ദൈവം അരുൾ ചെയ്തു, ജീവജാലങ്ങളെ, അതായത് കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുജീവികൾ എന്നിവയെ ഇനമനുസരിച്ച് ഭൂമി പുറപ്പെടുവിക്കട്ടെ. അപ്രകാരം സംഭവിച്ചു. ദൈവം ഇനമനുസരിച്ച് ഭൂമിയിലെ കാട്ടുജീവികളെയും കന്നുകാലികളെയും മണ്ണിലെ സർവ്വ ഇഴജന്തുക്കളെയും ഉരുവാക്കി. അത് നല്ലതെന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉരുവാക്കാം. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും കന്നുകാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിലെഴിയുന്ന എല്ലാ ഇഴജന്തുക്കളുടെയും മേൽ അവർക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അവരോട് ദൈവം അരുൾ ചെയ്തു, പെറ്റുപെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിൽ വാഴുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ ആധിപത്യം പുലർത്തുവിൻ. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ഇതാ, ഭൂമുഖത്തെവിടെയും വിത്തുൽപാദിപ്പിക്കുന്ന എല്ലാ സസ്യങ്ങളും എല്ലാ വൃക്ഷങ്ങളും വിത്തുൽപാദിപ്പിക്കുന്ന വൃക്ഷത്തിന്റെ ഫലങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കും. ഭൂമിയിലെ എല്ലാ വന്യജീവികൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ഇഴയുന്നവയ്ക്കും ജീവശ്വാസമുള്ള സകലതിനും എല്ലാ ഹരിതസസ്യങ്ങളും ആഹാരമായിരിക്കും. അപ്രകാരം സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം ദൈവം കണ്ടു. ഇതാ, വളരെ നല്ലത്. പ്രദോഷമായി, പ്രഭാതമായി, 6-ാം ദിവസം. ആകാശവും ഭൂമിയും അവയുടെ സമസ്ത വ്യൂഹവും പൂർത്തീകരിക്കപ്പെട്ടു. താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി 7-ാം ദിവസം ദൈവം പൂർത്തിയാക്കി. താൻ ചെയ്തിരുന്ന സകല പ്രവൃത്തിയിലും നിന്ന് 7-ാം ദിവസം ദൈവം വിരമിച്ചു. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ദൈവം അതിനെ വിശുദ്ധീകരിച്ചു. എന്തെന്നാൽ അന്ന് താൻ ചെയ്തുകൊണ്ടിരുന്ന സകല സൃഷ്ടികർമ്മത്തിലും നിന്ന് ദൈവം വിരമിച്ചു. ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവയുടെ ഉൽപ്പത്തിക്രമം ഇതായിരുന്നു.